ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു കൊച്ചു സന്ദേശം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിന് ആധാരമായിട്ട് ഒരു വാക്യം എൻ്റെ വചനധ്യാനത്തിങ്കൽ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നത് ഞാനൊന്ന് വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഫറവോനിലും അവൻ്റെ സകല ദാസന്മാരിലും അവൻ്റെ ദേശത്തിലെ സകല ജനത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു. അടുത്ത പദം, അവർ അവരോട് ഡംഭം കാണിച്ചത് നീ അറിഞ്ഞിരുന്നുവല്ലോ. ഇതാണ് ഇന്ന് ദൈവം നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം. മിസ്രയീം ജനം ഇസ്രയേൽ മക്കളോട് ഡംഭം കാണിച്ചത്, അതിന് ചില ട്രാൻസ്ലേഷനിൽ കാണുന്നത് അരഗൻ്റായിട്ട് പെരുമാറിയത്, അഹങ്കാരത്തോടെ പെരുമാറിയത്. എൻ്റെ ദൈവമേ, നീ അറിഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ മിസ്രയീം ജനം ഇസ്രയേൽ മക്കളോട് പ്രവർത്തിച്ചത് സകലതും ദൈവം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ പ്രിയ ജനമേ, നിങ്ങളോട് പല വ്യക്തികളും വളരെ മോശമായിട്ട്, അരഗൻ്റായിട്ട്, അഹങ്കാരത്തോടെ പെരുമാറിയത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം, ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ജോസേഫിൻ്റെ കാലത്തിനു ശേഷം ജോസേഫിനെ അറിയാത്ത ഒരു ഫറവോൻ മിസ്രയീമിൽ അധികാരത്തിൽ വന്നു. ആ സമയത്ത് ഇസ്രയേൽ മക്കൾ എണ്ണത്തിൽ പെരുകി വർദ്ധിച്ചു. അവരുടെ വർധനവ് കണ്ട് ഭയപ്പെട്ട ഫറവോൻ ഇവർ നാളത്തേതിൽ തങ്ങൾക്ക് ഒരു ഭീഷണിയായി മാറുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇസ്രയേൽ ജനത്തെ ഒതുക്കിക്കളയുവാനായിട്ട്, അവരെ പീഡിപ്പിക്കുവാനായിട്ട്, അവരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഫറവോൻ ആഗ്രഹിച്ചു. ഒരിക്കലും ഇസ്രയേൽ മക്കൾ ആ ദേശത്തിന് വിരോധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഫറവോന്റെ ഹൃദയത്തിൽ ഇസ്രയേൽ മക്കളുടെ വർധനവ് കണ്ട് നാളത്തേതിൽ എൻ്റെ രാജ്യത്വത്തിന് ഇവർ ഒരു ഭീഷണിയായി മാറുമോ എന്ന് ഭയപ്പെട്ട്, ഫറവോന്റെ ഹൃദയത്തിൽ ഉണ്ടായ ഒരു ഭയത്തിൽ നിന്നാണ് ഇസ്രയേൽ ജനം പീഡിപ്പിക്കപ്പെടുവാനായിട്ട് ആരംഭിച്ചത്. മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നു, മിസ്രയീം ജനം ഇസ്രയേൽ മക്കളോട് ഡംഭത്തോടെ, അഹങ്കാരത്തോടെ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ തകർത്തു കളയുവാനായിട്ട്, ഇനി ഒരിക്കലും ഇവർ തല പൊക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇസ്രയേൽ ജനത്തെ ഒതുക്കിക്കളയുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഇത് സകലതും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നാ പിന്നെ മിസ്രയീം ജനത്തോട് അല്ലെങ്കിൽ ഫറവോനോട് പകരം വീട്ടിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അപ്പോൾ തന്നെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയില്ല. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെ ശാന്തമായിട്ട് നിശബ്ദനായിട്ടിരിക്കുകയായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ദൈവം. പലപ്പോഴും നമ്മൾ ഒരിക്കൽ പോലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില പ്രതിസന്ധികൾ, ചില വ്യക്തികൾ നമുക്ക് വിരോധമായിട്ട്, നമുക്ക് നേരെ വാട കോരുവാനായിട്ട്, നമ്മെ ഒതുക്കിക്കളയുവാനായിട്ട്, ഇല്ലാത്ത ചില ആരോപണങ്ങൾ നമുക്ക് നേരെ ഉയർത്തിക്കൊണ്ട് നമ്മളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? ഇത് സകലതും ദൈവം കാണുന്നുണ്ട്. ഇത് സകലതും ദൈവം അറിയുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിച്ചിട്ടില്ലേ, ചോദിച്ചിട്ടില്ലേ, ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതെല്ലാം കണ്ടിട്ടും അങ്ങ് നിശബ്ദനായിട്ട് ഇരിക്കുന്നു? എന്നാൽ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, ഇതെല്ലാം മിസ്രയീം ജനം ഇസ്രയേൽ മക്കൾക്ക് വിരോധമായിട്ട് പീഡ അഴിച്ചുവിട്ടപ്പോഴും, അവരോട് ഡംഭത്തോടെ പെരുമാറിയപ്പോഴും ദൈവം നിശബ്ദനായിരുന്നു എന്ന് പറയുമ്പോഴും അതിനർത്ഥം ദൈവം എന്നും നിശബ്ദനായിരിക്കും എന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, ഒരു തക്ക സമയം. ആ സമയത്ത് ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റു. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ഒരു തക്ക സമയം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് വിരോധമായിട്ട്, നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് നിങ്ങളെ മാനസികമായിട്ട് തകർക്കുവാനായിട്ട്, നിങ്ങളോട് അഹങ്കാരത്തോടെ പെരുമാറിയ ചില സന്ദർഭങ്ങൾ, നിങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിക്കുവാൻ ശ്രമിച്ച ചില സന്ദർഭങ്ങൾ, ഇതിനെല്ലാം ദൈവം മറുപടി തരുന്ന ഒരു സമയമുണ്ട്. ഇസ്രയേൽ ജനത്തിനു വേണ്ടി ആ തക്ക സമയത്ത് ദൈവം എഴുന്നേറ്റപ്പോൾ ഇസ്രയേൽ ജനം പോലും പ്രതീക്ഷിക്കാത്ത ഒരു പുതുവഴിയാണ് അവരുടെ മുന്നിൽ ദൈവം തുറന്നിട്ടത്. ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും ദൈവം തക്ക സമയത്ത്
അവരെ പുറത്തു കൊണ്ടുവരികയും അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പുതുവഴിയിലൂടെ ദൈവം വിശാലമായ കനാൻ ദേശത്തിലേക്ക് അവരെ നടത്തുവാൻ ആരംഭിക്കുകയും ചെയ്തു. മറുഭാഗത്ത് ഇസ്രയേൽ മക്കളോട്, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തോട് ഡംഭത്തോടെ പെരുമാറിയ, അവരോട് അരഗൻ്റായിട്ട് അഹങ്കാരത്തോടെ പെരുമാറിയ, അവരെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും എന്നേക്കുമായിട്ട് ദൈവം ചെങ്കടലിൻ്റെ മധ്യത്തിൽ മുക്കിക്കളഞ്ഞു. ഇതുപോലെ നിങ്ങളോട് അകാരണമായിട്ട് പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്ന, നിങ്ങളെ ഒതുക്കിക്കളയുവാൻ ശ്രമിക്കുന്ന, മാനസികമായിട്ട് തകർക്കുവാൻ ശ്രമിക്കുന്ന, നിങ്ങളോട് ഡംഭത്തോടെ പെരുമാറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളോടും ദൈവം കണക്ക് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾ മിണ്ടാതിരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് ദൈവം നിങ്ങളുടെ മുന്നിൽ വിശാലമായ ഒരു വഴി തുറക്കും. ശത്രുവിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു മേശ ഒരുക്കും. മാത്രമല്ല, ശത്രുവിൻ്റെ തകർച്ച നിങ്ങളെ പിന്തുടരും, കൊള്ള പങ്കിടും എന്ന് നിങ്ങളുടെ മുന്നിൽ വാതുകെട്ടിയ ശത്രുവിൻ്റെ തകർച്ച നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാനായിട്ട് ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, മാനസികമായിട്ട് ശാരീരികമായിട്ട് എല്ലാം കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച സകല പീഡകൾക്കും ദൈവം മറുപടി തരുന്ന സമയമായിട്ടുണ്ട്. അതിനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾ ദൈവസന്നിധിയിൽ നിരാശപ്പെടാതെ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ശത്രുക്കൾ നിന്റെ മുന്നിൽ ചിതറുന്നത്, നിനക്ക് തടസ്സമായി നിൽക്കുന്നത് നിന്റെ മുന്നിൽ മാറുന്നത്, മാനസികമായ തകർന്നിരിക്കുന്ന നിന്റെ മനസ്സുകളെ, മുറിവുകളെ കെട്ടിക്കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുന്നത് നീ കാണുവാൻ പോവുകയാണ്. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്വർഗസ്ഥനായ നല്ല ദൈവമേ, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ അകാരണമായിട്ട് അവർ പീഡിപ്പിക്കപ്പെട്ടത്, അവർ മാനസികമായിട്ട് തകരപ്പെട്ടത്, അവരെ ഒതുക്കുവാനായിട്ട് ചിലർ ശ്രമിച്ചത് കർത്താവേ അങ്ങ് അറിഞ്ഞിരിക്കുന്നുവല്ലോ. അവർക്ക് വേണ്ടി കർത്താവെ അങ്ങ് എഴുന്നേൽക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ അങ്ങയെ വാഴ്ത്തുകയാണ്. അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരെ അനുഗ്രഹമായ വിശാലമായ ഒരു പുതുവഴിയിലേക്ക് അവിടെ നിന്ന് നടത്തുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പുതുവഴികളെ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ശത്രുക്കളുടെ മുന്നിൽ ദൈവം നിങ്ങൾക്ക് മേശ ഒരുക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.